ഹായ്, ദിസ് ഇസ് ഡി ടി എച്ച്. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. മന്താക്കിനി, വിനോദ് ലീലയുടെ മന്താക്കിനി. വിനോദ് ലീലയാണ് സംവിധാനം. അൽതാഫ് സലീം, അനാർക്കലി മരിക്കാർ മെയിൻ റോൾസിൽ അഭിനയിക്കുന്നു. കൂടാതെ സംവിധായകരായ ലാൽ ജോസ്, ജിയോ ബേബി, ജൂഡ് ആന്റണി ജോസഫ് എന്നിവരും അഭിനയിക്കുന്നു. അനാർക്കലിയും അൽതാഫ് സലീമും കൂടാതെ ഇതിൽ ജാഫർ ഇടുക്കി, വിനീത് തട്ടിൽ, സരിത കുക്കു എന്നിവരുണ്ട്. ഇതിൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് വിനീത് തട്ടിലിൻ്റെയും സരിത കുക്കുവിൻ്റെയും പെർഫോമൻസസ് ആണ്. പടം മൊത്തത്തിൽ ഒരു ആവറേജ് അഫെയർ ആണ്. ഒരു പക്ഷേ ഒരു ബിലോ ആവറേജ് അഫെയർ ആണെന്നും വേണമെങ്കിൽ പറയാം. കാരണം ഇത് നടക്കുന്നത് ഒരു കല്യാണ വീട്ടിലാണ്. കഥ നടക്കുന്നത് കല്യാണ വീട്ടിലെ ആദ്യ രാത്രിയാണ്. ഒരുപാട് ക്ലീഷ്യേഴ്സ് നിറഞ്ഞ ഒരു കല്യാണ രാത്രി, ആദ്യ രാത്രി. നമ്മൾ നൂറുകണക്കിന് പടങ്ങളിൽ കണ്ട, അല്ലെങ്കിൽ ഒരുപക്ഷെ ഡസൻസ് ഓഫ് ഫിലിംസിൽ കണ്ട കുറേ സീൻസ് വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. കല്യാണ വീട്ടിൽ നടക്കുന്ന ഓരോരോ പ്രശ്നങ്ങൾ, ഓരോരോ തിരക്കുകൾ, വെള്ളമടി, പിന്നെയും വെള്ളമടി, പിന്നെയും വെള്ളമടി, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ചെറിയ പടമാണ്, ഏകദേശം 2 മണിക്കൂർ 7 മിനിറ്റ് അങ്ങനെയാണ് പടമുള്ളത്. അതിൽ എനിക്ക് തോന്നുന്നൊരു മുക്കാൽ ഭാഗവും എനിക്ക് വിരസമായിട്ട് തന്നെ തോന്നി. ഞാൻ വിചാരിച്ചതൊരു ഭയങ്കര ഒരു ഹ്യൂമർ ഉള്ള, അല്ലെങ്കിൽ നമുക്ക് ഉടനീളം ചിരിക്കാൻ പറ്റുന്ന പടമായിരിക്കും എന്നാണ്. പക്ഷെ അങ്ങനെ തോന്നിയില്ല. അവസാനത്തെ ഒരു 15 മിനിറ്റ് എനിക്ക് വളരെ എൻ്റർടൈനിങ് ആയിട്ട് തോന്നി. അതിന് മെയിൻ കാരണം സരിത കുക്കുവിൻ്റെ പെർഫോമൻസ് ആണ്, ഗംഭീരം. ഞാൻ സരിത കുക്കുവിൻ്റെ മുമ്പുള്ള പടങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സംശയമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അവരുടെ പേരും അവരുടെ അഭിനയവും ശ്രദ്ധിക്കുന്നത്. ചിലപ്പോൾ സിനിമകൾ കണ്ടിട്ടുണ്ടാവാം, എങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ എന്തായാലും ശ്രദ്ധയിൽപ്പെടുന്നത്. കളക്ടിങ് പെർഫോമൻസ്. ഇതിൻ്റെ കഥ പ്രത്യേകിച്ച് അവസാനം എടുക്കുന്നതോടെ നമുക്ക് കുറേയൊക്കെ ലേഡീസ് വേഴ്സസ് റിക്കി ബാലിൻ്റെ ഒരു ഓർമ്മയൊക്കെ വരും. നമുക്ക് ആ കഥയൊക്കെ ഓർമ്മ വരും. പക്ഷേ കഥ അങ്ങനെ കോപ്പി അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓർമ്മ വരും, അത്രേ ഉള്ളൂ. എൻഡിങ് കുറച്ച് നല്ലതാണ്. എൻഡിങ് വെച്ചാൽ എൻഡിങ് അവസാനത്തെ ഭാഗങ്ങളല്ല, അവസാനത്തെ ഒട്ടുമുമ്പുള്ള കുറച്ച് ഭാഗങ്ങൾ വളരെ എൻ്റർടൈനിങ് ആയിട്ട് തോന്നി, വളരെ എക്സൈറ്റിംഗ് ആയിട്ടും തോന്നി. പക്ഷെ അത് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ ബാക്കി പടത്തിൻ്റെ ഒരു ഭൂരിഭാഗവും വളരെ വിരസമായിട്ട് തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. സോ ഐ എം ഗോയിങ് വിത്ത് 2 stars out of 5 for Mandakini and a double clap for Sarida Kuku. Thanks for watching. Bye.